ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 23-ാം തീയതിയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിസിക്സ് പരീക്ഷ. സോ നിങ്ങൾ എല്ലാവരും ഗംഭീരമായി തന്നെ പഠിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ, നാളെ രാത്രി കൃത്യം 7 മണിക്ക് നമ്മുടെ സൂപ്പർ 60 ഉണ്ട്. സൂപ്പർ 60യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ 23-ാം തീയതി പരീക്ഷയിൽ കാണാൻ പോകുന്ന എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും സൂപ്പർ 60യിൽ എന്തായാലും പഠിപ്പിച്ചിരിക്കും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. കൃത്യം 60 ചോദ്യങ്ങളാണ്. അതായത് 11 മണി വരെയും 12 മണി വരെയും ഒന്നും നീണ്ടുപോകില്ല. കൃത്യം 60 ചോദ്യങ്ങൾ 1, 2, 3 എന്ന രീതിയിൽ നിങ്ങൾക്ക് എണ്ണാൻ സാധിക്കുന്ന നമ്മുടെ 14 ചാപ്റ്റേഴ്സിനുള്ള കൃത്യം 60 ക്വസ്റ്റ്യൻസുമായിട്ട് ഏറ്റവും സാധ്യതയേറിയ, ഏറ്റവും പോസിബിലിറ്റി ഉള്ള 60 ചോദ്യങ്ങളാണ് നാളത്തെ സൂപ്പർ 60യിൽ ഉണ്ടാവുക. സോ എല്ലാവരും ഉണ്ടായിരിക്കണം. +1 പബ്ലിക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ തന്നെ ഇംപ്രൂവ് ചെയ്യുന്ന മക്കളും എല്ലാവരും ഉണ്ടായിരിക്കണം. നമുക്ക് ഗംഭീരമായി തന്നെ പഠിക്കാം, ഒരു ടെൻഷനും വേണ്ട. അടുത്ത കാര്യം, ഇപ്പോൾ സൂപ്പർ 60ക്ക് മുൻപായിട്ട് നിങ്ങൾ ഓൾറെഡി 12 hours 2 മാരത്തോൺ ലൈവ് കണ്ടു തീർത്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ഏറ്റവും സാധ്യതയുള്ള, പരീക്ഷയിൽ വരുമെന്ന് ഉറപ്പുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഗ്രാഫുകളൊക്കെ ആയിട്ട് ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് ഒരു ലൈവ് ഉണ്ട്. ആ ലൈവും ആരും തന്നെ മിസ്സാക്കരുത്. ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ കൃത്യമായി കാണുക. കാരണം ഓരോന്നിലും പുതിയ 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 ചോദ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിപ്പുള്ളത്. സോ എല്ലാം കൃത്യമായി കാണുക. സൂപ്പർ 60 ഒരു കാരണവശാലും മിസ്സാക്കരുത്. പരീക്ഷയുടെ തലേനാളത്തെ ലൈവാണ്. ഏറ്റവും സാധ്യതയേറിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ തന്നെയാണ് സൂപ്പർ 60യിൽ ഉണ്ടാവുക കേട്ടോ. സോ മക്കളെ, ഈ വീഡിയോയിൽ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? 20 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതുപോലൊരു വീഡിയോ മോഡൽ എക്സാമിന്റെ സമയത്ത് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. അതിൽ നിന്ന് കുറേ അധികം ചോദ്യങ്ങൾ, ഏകദേശം 25ഓളം മാർക്കിന്റെ ചോദ്യങ്ങൾ നിങ്ങളുടെ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ സിമിലർവേ പബ്ലിക് എക്സാമിന് വേണ്ടി ഞാൻ പുതിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുവാണ്. അതിനകത്ത് മോഡൽ എക്സാമിന് പറഞ്ഞ കുറേ ചില ചോദ്യങ്ങളും ഇവിടെയും ഉണ്ട്. കാരണം അവയെല്ലാം ഒട്ടും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഏറ്റവും പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ ലേറ്റ് ആക്കുന്നില്ല, വി ആർ മൂവിങ് ഫോർവേഡ്. 20 ചോദ്യങ്ങൾ, 45 മാർക്കിന് പോസിബിലിറ്റി ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ. സോ ആദ്യം ഒരു കാര്യം പറയുന്നു, ഇത് മാത്രം പഠിച്ച് പരീക്ഷയിൽ പോകാനല്ല പറയുന്നത്. ഇത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. ഈ ചോദ്യങ്ങൾ പഠിക്കാതെ ഒരിക്കലും പരീക്ഷയ്ക്ക് പോകരുത് എന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അത് മനസ്സിൽ ഉറപ്പിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ് ക്വസ്റ്റ്യൻ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തായാലും പരീക്ഷയിൽ വരും. NCERT എക്സാമ്പിളിനകത്തുള്ള ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് പൊതുവെ ഏറ്റവും കൂടുതൽ 99% ഇതിൽ നിന്ന് തന്നെയാണ് വരിക. വാല്യൂസ് പോലും മാറാതെ ഇതേ മെഷർമെന്റ്സ് നൽകിയിട്ട് ഇതിൽ എത്രത്തോളം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട് എന്ന് തന്നെയാണ് ചോദ്യം വരിക. ഒരു ടെൻഷനും വേണ്ട. എന്തായാലും ഒരു 2 മാർക്ക് ഇതിൽ നിന്ന് ഉറപ്പിക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡയറക്റ്റ് ആയി തന്നെ ചോദിക്കും. അതുപയോഗിച്ച് ഇക്വേഷന് ഡയമെൻഷണൽ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ പറയും. അവിടെ പോസിബിലിറ്റി ഉള്ള ഇക്വേഷൻസ് ഒക്കെ ഞാൻ പറയാം. യെസ്, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഡെഫിനിഷൻ നിങ്ങൾ എല്ലാവരും പഠിക്കണം. സിമിലർവേ ഇതൊക്കെയാണ് പോസിബിലിറ്റി ഉള്ള ഇക്വേഷൻ. E=mc² എന്ന് പറയുന്ന ഇൻസ്റ്റന്റ് ഇക്വേഷൻ, ½ mv²=mgh എന്ന് പറയുന്ന ഏറ്റവും സാധ്യതയേറിയ ഇക്വേഷൻ. സിമിലർവേ T=2π√L/g, v² u² + 2as. സിമിലർവേ v=√gm/r ഒരെണ്ണം കൂടിയുണ്ട്. ദാറ്റ് ഈസ് s=ut + ½ ഇതൊക്കെയാണ് ഏറ്റവും സാധ്യതയേറിയ ചോദ്യങ്ങൾ. ഇതെല്ലാം ഓൾറെഡി 12 hours പഠിപ്പിച്ചു. ഇതിൽ നിന്ന് ഏറ്റവും സാധ്യതയേറിയത് വീണ്ടും കാച്ചിക്കുറുക്കി സൂപ്പർ 60യിലും നിങ്ങളെ പഠിപ്പിക്കും. ഒരു ടെൻഷനും വേണ്ട കേട്ടോ. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ കൂടി ഒന്ന് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് വൺ, അടുത്ത ഏറ്റവും പോസിബിലിറ്റി ഉള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡെഡ്യൂസ് ദ റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സോ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഈ 4 ഡെറിവേഷൻസിലാണ്. ഇതിനകത്തും നമുക്ക് സെലക്റ്റീവായിട്ട് ഏറ്റവും റിപ്പീറ്റ് വാല്യൂ ഉള്ളത് തിരഞ്ഞെടുക്കാം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് സെൻട്രിപെറ്റൽ ഫോഴ്സിനാണ്. അതാണ് കൂടുതൽ തവണ പരീക്ഷയിൽ ചോദിച്ചത്. അതിനുശേഷം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ടൈം പീരീഡിനാണ്. പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കൈനറ്റിക് എനർജിക്കാണ്. അതിനുശേഷം ഫ്രീക്വൻസി ഓഫ് സ്ട്രിംഗ്. ഇതാണ് ആ പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത്. ഓൾറെഡി ഈ 4 എണ്ണവും ഞാൻ 12 hours ലൈവിൽ പഠിപ്പിച്ചു. 4 എണ്ണവും നിങ്ങളെ 12 hours ലൈവിൽ പഠിപ്പിച്ചാണ്. ഒരു ടെൻഷനും വേണ്ട. അതിൽ നിന്ന് സെലക്റ്റീവായി നമ്മൾ സൂപ്പർ 60യിൽ വീണ്ടും ആവർത്തിക്കും. സോ ടെൻഷൻ വേണ്ട, ഉഷാറാക്കാം. നമുക്ക് റെഡിയല്ലേ? അടുത്തലോട്ട് കിടക്കാം. യെസ്, എന്തായാലും 100% 100% നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാൻ പോസിബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണിതെന്ന് പറയുന്നത്. അതായത് യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ അടിസ്ഥാനത്തിൽ ഈ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? ഡിറൈവ് ചെയ്യുക. s=ut + ½ v² u² + 2as. ഇതിന്റെ കൂടെ തന്നെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ന്യൂമറിക്കൽസ്. അത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ന്യൂമറിക്കൽ, അതുപോലെ തന്നെ ഗ്രാഫ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം. അത് പരീക്ഷയിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം, പരീക്ഷയിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. വരാൻ സാധ്യതയുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അടുത്തത്, യെസ്, മോഷൻ ഇൻ എ പ്ലെയിൻ ഓറിയന്റഡ് ആയിട്ട്
ഇവയിൽ ഏതെങ്കിലും ഒരു ഡെറിവേഷൻ ചോദിക്കും. ഡെറിവേഷൻ ചോദിക്കുന്ന 3 മാർക്കിനായിരിക്കും ചോദിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് എക്സെപ്ഷനിലാണ്, അത് 2 മാർക്കിനായിരിക്കും ചോദിക്കുക. സോ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, അതിന് പുറമെ ഏതാണ് ലീനിയർ വെലോസിറ്റിയും ആംഗുലർ വെലോസിറ്റിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ V = R ω, ഓർമ്മയില്ലേ? ഇതെല്ലാം കൃത്യമായി തന്നെ പഠിച്ചിട്ട് പോകണം. ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. റെഡി അല്ലേ മക്കളെ? അടുത്തത് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് കടക്കുന്ന മുമ്പ് ഇതിനകത്ത് ഒരു ചോദ്യം കൂടി പറഞ്ഞു തരാം. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ ആണ്. അധികം റിപ്പീറ്റ് വാല്യൂ ഇല്ല, പക്ഷെ അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ ചോദിക്കുന്നത് ഇൻസെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. ആ ഇൻസെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടാ? ഒരു ഇൻസെക്റ്റ് ഒരു സർക്കുലർ ഗ്രൂവിൽ പെട്ടിട്ട് അത് 14 റെവല്യൂഷൻ 100 സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. സോ അതിൻ്റെ ടൈം പീരീഡ് എത്രയാണ്, ഫ്രീക്വൻസി എത്രയാണ്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എത്രയാണ് എന്ന രീതിയിൽ ചോദിക്കുന്ന ചോദ്യം ഇൻസെക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ സ്ട്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ. സ്ട്രിങ്ങിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇന്ന് ചെയ്യിപ്പിക്കാം. ഇന്നത്തെ ന്യൂമറിക്കൽസിൽ ആ സ്ട്രിങ്ങിൻ്റെ ചോദ്യം ഞാൻ ചെയ്യിപ്പിക്കാം. സോ ഇത്തരം ക്വസ്റ്റ്യൻസിന് വലിയ പ്രാധാന്യം കൊടുക്കുക. വലിയ പോസിബിലിറ്റിയുള്ള ചോദ്യങ്ങളാണ് ഇവയൊക്കെ. കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം കേട്ടോ. അടുത്തത് ലോസ് ഓഫ് മോഷൻ. ഏറ്റവും പോസിബിലിറ്റി ഉള്ളത് F = ma ഡിറൈവ് ചെയ്യുക. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ത് ചെയ്യുക? കൃത്യമായി തന്നെ പഠിക്കുക. ഇത് രണ്ടും വലിയ പോസിബിലിറ്റി ഉള്ള 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. വലിയ മാർക്കിനല്ല, 2 മാർക്കിനാണ് ഈ 2 ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ ചോദിക്കുന്നത്. വലിയ പോസിബിലിറ്റി ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്. നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. അടുത്തത് ഒരു കാരണവശാലും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്ത, നിങ്ങൾ 100% പഠിച്ചിരിക്കേണ്ട ബാങ്കിങ് ഓഫ് റോഡ്, അതുപോലെ തന്നെ ലെവൽ സർക്കുലർ റോഡ്. ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ് പഠിക്കണം. ഇപ്പോൾ ലെവൽ സർക്കുലർ റോഡിൻ്റെ ഡെറിവേഷൻ ആണെങ്കിൽ ഇതുപോലൊരു 2 ലൈൻ സെൻറ്റൻസ് എങ്കിലും നിങ്ങൾ എഴുതിയിരിക്കണം. സിമിലർ വേ ഇതുപോലൊരു പടം നിങ്ങൾ വരച്ചിരിക്കണം. പടം വരയ്ക്കാതെ ചെയ്യരുത്, ഒരു കാരണവശാലും ചിത്രം വരയ്ക്കാതെ ചെയ്യരുത്. ഈ ചിത്രം വരച്ചില്ലെങ്കിലും പ്രശ്നമില്ല, ഈ ഒരു ഡയഗ്രാം എങ്കിലും നിങ്ങൾ വരയ്ക്കുക. അത് മനസ്സിൽ ഉറപ്പിക്കുക. റൈറ്റ്. അതിൽ നിന്ന് പരീക്ഷയിൽ വരുന്ന ഒരു ന്യൂമറിക്കൽ കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. അതായത് ഒരു വാഹനം ഇത്ര സ്പീഡിലാണ് ഒരു സർക്കുലർ ട്രാക്കിലൂടെ മൂവ് ചെയ്യുന്നത്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇത്രയാണ്, ആ വാഹനം സ്ലിപ്പ് ആവാൻ സാധ്യതയുണ്ടോ, സ്കിഡ് ആവാൻ സാധ്യതയുണ്ടോ എന്നാണ് ചോദ്യം. സോ നമുക്ക് ഇതേപോലുള്ള ചോദ്യങ്ങൾ എന്തായാലും പരീക്ഷയിൽ വരും. സോ ഡോണ്ട് വറി, നമ്മൾ ഇതെല്ലാം സൂപ്പർ 60ൽ സെറ്റാക്കി തരും. സോ എല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? സോ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയിൽ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. സിമിലർ വേ ബാങ്കിങ് ഓഫ് റോഡ് ആണെങ്കിൽ ഈ ഒരു ചിത്രം അത്ര തന്നെ പ്രധാനപ്പെട്ട 100% ഈ ചിത്രം വരച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്ത് കഥ എഴുതിയിട്ടും കാര്യമില്ല. ഈ ചിത്രം ഇതേപടി വരയ്ക്കണം, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഡിറൈവ് ചെയ്യണം. അങ്ങനെ ഡിറൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും മാക്സിമം പെർമിസിബിൾ സ്പീഡ് മാത്രമേ ഡിറൈവ് ചെയ്യാറുള്ളൂ. സാധിക്കുമെങ്കിൽ കൂടെ ഒപ്റ്റിമം സ്പീഡ് കൂടി ഡിറൈവ് ചെയ്യുക. അതും വളരെ പോസിബിലിറ്റി ഉണ്ട്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്, പഠിക്കേണ്ടതാണ് കേട്ടോ. അടുത്ത ഒരു കാറ്റഗറി വർക്ക് എനർജി ഓറിയൻറ്റഡ് ആയത് മൊമെൻറ്റം കൈനറ്റിക് എനർജി റിലേഷൻഷിപ്പ്. ഇത് ഓറിയൻറ്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ വരും. അപ്പം ഇത് ഓറിയൻറ്റഡ് ആയതെന്ന് പറഞ്ഞാൽ പല മക്കളുടെയും സംശയം, ഇത് ഓറിയൻറ്റഡ് ആയത് എന്തു വരും എന്നായിരിക്കും. സോ അവിടെ കൃത്യമായി ഞാൻ 3 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. 1, 2, 3. ഈ 3 ചോദ്യങ്ങളും അറിയുമോ എന്നൊക്കെ നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. ഓൾറെഡി നമ്മൾ പഠിപ്പിച്ചതാണ് എങ്കിൽ പോലും അറിയുമോ, നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്ന കാര്യം നിങ്ങളൊന്ന് വിലയിരുത്തുക. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, സൂപ്പർ 60 തൂക്കിയിരിക്കും. റെഡി? ഓൾറെഡി പഠിപ്പിച്ച ചോദ്യങ്ങളാണ്, പുതിയ ചോദ്യങ്ങളൊന്നും അല്ല. എങ്കിലും ഇത്തരം ക്വസ്റ്റ്യൻസിന് പരീക്ഷയിൽ വലിയ പ്രാധാന്യമുണ്ട്, വലിയ പോസിബിലിറ്റി ഉണ്ട്, പഠിച്ചിരിക്കേണ്ടവയാണ്, വളരെ പ്രധാനപ്പെട്ടവയാണ് കേട്ടോ. അടുത്ത ഒരു കാറ്റഗറി ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രൂവ് ചെയ്യുക. സോ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഡെഫിനിഷൻ നിങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. 3 പോയിന്റുകൾ ABC എന്ന് പറയുന്ന 3 പോയിന്റുകൾ, 3 ചിത്രങ്ങൾ വരച്ച അത്രയും നല്ലത്. എന്നിട്ട് ABCയുടെ തന്നെ കൃത്യമായി തന്നെ പ്രൂവ് ചെയ്യുക. ആ 3 എണ്ണത്തിനെയും ടോട്ടൽ മെക്കാനിക്കൽ എനർജി സെയിം ആണെന്ന് പറയുക. അതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരയ്ക്കാൻ മറന്നു പോകരുത്. ഈ ഗ്രാഫിന് വലിയ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഗ്രാഫ് എന്ന് പറയുന്നത്. സോ ഗ്രാഫ് എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? വരച്ചിരിക്കണം. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അടുത്ത നെക്സ്റ്റ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഓറിയൻറ്റഡ് ആയ ചോദ്യമാണ്. ആംഗുലർ മൊമെൻറ്റവും ലീനിയർ മൊമെൻറ്റവും തമ്മിൽ റിലേഷൻ ഡിറൈവ് ചെയ്യാൻ നിങ്ങൾക്കറിയണം. അതുപോലെ തന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഓറിയൻറ്റഡ് ആയ ചോദ്യങ്ങൾ പരീക്ഷയിൽ എന്തായാലും ചോദിക്കും. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ അപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇങ്ങനെ കറങ്ങുന്നതാണോ ആംഗുലർ വെലോസിറ്റി, ലൈക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അത്തരം ചോദ്യങ്ങൾ പരീക്ഷകളിൽ ചോദിക്കും. അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് വലിയ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷനിൽ ഞാൻ 2 ഡെറിവേഷൻസിലാണ് ഇവിടെ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം നിങ്ങളെ പഠിപ്പിച്ചതാണ്, എങ്കിലും ഇവിടെ ഞാൻ ഊന്നൽ കൊടുക്കുന്ന 2 ഡെറിവേഷനാണ്. ഹൈറ്റും എസ്കേപ്പ് സ്പീഡും രണ്ടും പഠിച്ചു വയ്ക്കുക. അതിന് പുറമെ ഡെപ്ത് ചോദിക്കാം, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കാം, ഓർബിറ്റൽ വെലോസിറ്റി ചോദിക്കാം. ഇതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ അതെല്ലാം പഠിക്കുക. ഇവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ.
ഓക്കെ, കെപ്ലേഴ്സ് ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു കെപ്ലേഴ്സ് ലോ അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലിൽ പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. സോ ലോ ഓഫ് ഓർബിറ്റ്സ്, ഏരിയാസ്, പീരീഡ്സ് എല്ലാം പഠിച്ചു വെക്കുക, എല്ലാം കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. സ്റ്റേറ്റ് കെപ്ലേഴ്സ് ലോ ഓഫ് ഓർബിറ്റ്സ്, കെപ്ലേഴ്സ് സെക്കൻഡ് ലോ എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന രീതിയിൽ എല്ലാം ട്വിസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് പരീക്ഷകൾ ചോദിക്കാറുണ്ട്, പഠിക്കാനുള്ളതാണ് കേട്ടോ. അടുത്തത് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഞാൻ സോളിഡ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം സോളിഡ്സിന് വലിയ മാർക്കിന് ചോദ്യം ചോദിക്കില്ല. ആ കർവ് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ എലോങ്ങേഷൻ ഓറിയൻറ്റഡായി, യങ്സ് മോഡുലസ് ഓറിയൻറ്റഡായി ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഓക്കെ, ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ ചോദ്യം എന്തായാലും ചോദിക്കും. പാസ്കൽസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കും. പാസ്കൽസ് ലോ കേട്ടോ, പാസ്കൽസ് ലോൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അത് ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽസും ചോദിക്കാം. അടുത്തത് ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ പ്രത്യേകത ഇന്നലെ കൂടി ജസീൽ സാറും ഞാൻ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. കുറേ കാലമായി ബെർണോളിസ് പ്രിൻസിപ്പിൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ട്, പക്ഷെ അത് അത്രയും പ്രാധാന്യമുള്ള ചോദ്യമാണ്. സോ ഇനി വരാൻ പോകുന്ന നമ്മുടെ പബ്ലിക് എക്സാമിന് ബെർണോളിസ് പ്രിൻസിപ്പിൾ വരാൻ വലിയ പോസിബിലിറ്റി ഉണ്ട് എന്നതാണ് നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് അത് ചോദിച്ചിട്ടില്ല. സോ ഇനി അത് വരാൻ വലിയ സാധ്യതയുള്ള ചോദ്യമാണ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. സിമിലറായി കാപ്പിലാരിറ്റി കൃത്യമായി തന്നെ പഠിച്ചു. ആ കാപ്പിലാരി റൈസ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, സെറ്റാക്കിയിരിക്കണം. അടുത്ത കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ. ഇത് ചോദിക്കുന്നത് 3 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനാണ് ഐസോതെർമലിൻ്റെ വർക്ക് ഡൺ ചോദിക്കുക. കൃത്യമായി ഡെറിവേഷൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്, എല്ലാവർക്കും അത് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അടിപൊളിയായി തന്നെ പഠിക്കുക കേട്ടോ. യെസ്, ഞാൻ ആ ഡെറിവേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഡെറൈവ് ചെയ്യുക. പല കുട്ടികളും ഡെറിവേഷൻസ് ഒക്കെ ഉഡായിപ്പിച്ച് ചെയ്യാറുണ്ട്. മക്കളെ, ഉഡായിപ്പിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുഞ്ഞു ഉദാഹരണം പറയാം. ഇപ്പോൾ ഈ സ്റ്റെപ്പിൽ നിന്ന് ഈ സ്റ്റെപ്പാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടുക? സോ അതുകൊണ്ടല്ലടാ, മനസ്സിലാക്കി പഠിക്കണം എൻ്റെ അനിയന്മാരും അനിയത്തിമാരും എന്ന് പറഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പുകളും കൃത്യമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. സോ ആ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തത് കാർനോട്ട് എഞ്ചിൻ. ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ പോകാൻ പാടില്ല. കാർനോട്ട് എഞ്ചിൻ, അതിൻ്റെ PV ഗ്രാഫ്, അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി ഡെറൈവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ആ എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയ ഇതുപോലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ പരീക്ഷയിൽ ഉണ്ടാവും. അതിൻ്റെ എഫിഷ്യൻസി ഓറിയൻറ്റഡ് ആയ ഇതുപോലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ ഉണ്ടായിരിക്കും. പഠിച്ചു വെക്കുക. അടുത്തത് ഒരു ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ഓസിലേഷൻ എന്ന് പറഞ്ഞ എന്തൊരു ഉദാഹരണമാണ്? യെസ്, അത് SHM ഉദാഹരണമാണ്. ആ സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് ഡെറൈവ് ചെയ്യാൻ ചോദിക്കും. അതുപോലെ തന്നെ SHM എന്താണ് എന്ന കാര്യം പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചതാണ്, എങ്കിലും ദിസ് ഈസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. ലോഡഡ് സ്പ്രിങ്ങിൻ്റെ ടൈം പീരീഡ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെല്ലാം ഡെറിവേഷനിൽ പഠിപ്പിച്ചാണ്. സിമിലർ സെക്കൻഡ് പെൻഡുലം എന്താണ്, അതിൻ്റെ ലെങ്ത് എന്താണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പരീക്ഷയിൽ നിരന്തരം കണ്ടുവരാറുണ്ട്. അതൊക്കെ നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതും പരീക്ഷയിൽ ചോദിക്കും, ഫ്രീക്വൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ചോദ്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുക. ഇത് മാത്രം പഠിച്ചു പരീക്ഷയ്ക്ക് പോകണമെന്നല്ല, ഇവ പ്രാധാന്യം കൊടുക്കുക. റെഡിയല്ലേ മക്കളെ? സോ അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് ബ്രഷപ്പ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, അതിനുള്ള സമയം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവ് കാണുക. സൂപ്പർ 60യിൽ എല്ലാം ഗംഭീരമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം, സെറ്റാക്കാം. സോ മക്കളെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക, ഉഷാറാക്കുക. ആൻസേഴ്സ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ആൻസേഴ്സ് എവിടെ കിട്ടുമെന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. എങ്കിലും വീണ്ടും വേണമെങ്കിൽ സൂപ്പർ 60 വരിക. അവിടെ കൂടുതൽ കുറേ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം, സെറ്റാക്കാം. ഇത്തവണ ഫിസിക്സ് പരീക്ഷ തൂക്കുമെന്ന് പറയുന്നവരെല്ലാവരും ചാറ്റ് ബോക്സിനകത്ത് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും തൂക്കിയിരിക്കും, കോൺഫിഡൻ്റ് ആയിരിക്കുക. സോ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.